മലയോര നാടിന് അഭിമാനമായി സിവിൽ സർവീസ് പരീക്ഷയിൽ 54ാം റാങ്ക് നേടി മുണ്ടക്കയം സ്വദേശിനിയായ സോനറ്റ് ജോസ്. മുണ്ടക്കയം പുലിക്കുന്ന് ഈറ്റിക്കക്കുന്നേൽ ജോസ് മേരിക്കുട്ടി ദമ്പതികളുടെ മകളായ സോനറ്റാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 54ാം റാങ്ക് നേടി മലയോര മേഖലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത്. കർഷകനായ ജോസും വീട്ടമ്മയായ മേരിക്കുട്ടിയും തങ്ങളുടെ മക്കളുടെ വിജയത്തിൽ പൂർണ്ണ സന്തോഷത്തിലാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചത് മുണ്ടക്കയം സെന്റ് ആനീസ് ഹൈസ്കൂളിലും +2 പഠനം എരുമേലി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു. 10ാം ക്ലാസ്സിലും +2വിനും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ നേടുകയാണ് സോനറ്റ് ജയിച്ചത്. തിരുവനന്തപുരം ഫോർച്യൂൺ സിവിൽ സർവീസ് അക്കാദമിയിലാണ് സിവിൽ സർവീസ് പരിശീലനം നേടിയത്. സിവിൽ സർവീസ് മോഹവുമായി ആദ്യം വണ്ടി കയറിയത് ഡൽഹിയിലേക്ക് ആയിരുന്നു. അവിടെ പഠനം ആരംഭിച്ചതോടെ കോവിഡ് മഹാമാരി തട്ടി പഠനം മുടങ്ങി. മാനസികമായ സങ്കടമുണ്ടെങ്കിലും ഉറച്ച മനസ്സോടെ നാട്ടിലെത്തിയെങ്കിലും പിന്നീട് തിരുവനന്തപുരത്ത് അക്കാദമിയിൽ ചേർന്നു. ആദ്യ തവണ കൂടിക്കാഴ്ച വരെ എത്തിയെങ്കിലും മോഹം പൂവണിഞ്ഞില്ല. പതറാതെ വീണ്ടും കടുത്ത ശ്രമം നടത്തി. പിന്നീടാണ് ഈ വർഷം 54ാം റാങ്ക് നേടി സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയത്. പേര് വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? എൻ്റെ പേര് സോണറ്റ് ജോസ്. ഈ തവണത്തെ UPSC സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ എനിക്ക് 54ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുണ്ടക്കയം, കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം സ്വദേശിനിയാണ്. ഞാൻ പഠിച്ചത് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ, ഇവിടുത്തെ അടുത്ത സ്കൂളിലായിരുന്നു. +2 പഠിച്ചത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമേലിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസിലായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ. BSc ഫിസിക്സ് ഓണേഴ്സാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഞാൻ തിരുവനന്തപുരത്തോട്ട് വന്ന് എൻ്റെ UPSC സിവിൽ സർവീസസ് ജേർണി സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ ഫോർച്യൂൺ IAS അക്കാഡമിയിലായിരുന്നു ഞാൻ കോച്ചിങ് ചെയ്തത്. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇൻ്റർവ്യൂ വരെ പോയിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ കിട്ടിയില്ല. ഈ തവണ എനിക്ക് 54ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷയല്ല ഇത്ര നല്ലൊരു റാങ്ക്. അതുപോലെ എൻ്റെ ഈ ജേർണിയിലാണെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിലും 3 വർഷത്തെ പ്രയത്നമാണ്. അപ്പം അതിന് എനിക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചി അവരെല്ലാം മാരീഡാണ്. അപ്പം ജെറിൻ ചേട്ടനും ചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടുമാണ് എനിക്ക് ഇത്രയും എക്സാം അപ്പിയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് എൻ്റേതായ ക്ലോസ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു സപ്പോർട്ടും ഭയങ്കര വലുതായിരുന്നു. അപ്പം ഇങ്ങനൊരു മലയോര മേഖലയിൽ നിന്ന് ഈ വിജയത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതെല്ലാം എൻ്റെ ഫാമിലിക്കും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സിനും അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. മലയോര മേഖലയ്ക്ക് ലഭിച്ച മികച്ച അംഗീകാരം നാട് അഭിമാനത്തോടെയാണ് സ്വീകരിച്ചത്. ചെറുപ്പം മുതൽ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കും, വലുതാകുമ്പോൾ വലിയ കളക്ടറാകുമോ എന്ന്. അന്നത്തെ അവരുടെ ചോദ്യങ്ങൾ പലപ്പോഴും മനസ്സിൽ തട്ടിയിരുന്നു. ഈ വിജയം തൻ്റെ കഴിവ് മാത്രമല്ല, അതിനായി തനിക്കും തൻ്റെ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്ന രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും ഉള്ളതാണെന്ന് സോനറ്റ് പറയുന്നു. നാടിന് അഭിമാനമായി സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയതോടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹവുമായി സോനറ്റിൻ്റെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തുന്നത്. തങ്ങളുടെ മകൾ ഉന്നത വിജയം നേടിയതിൽ മാതാപിതാക്കളും തികഞ്ഞ സന്തോഷത്തിലാണ്. സഹോദരിയുടെ പഠനത്തിന് എല്ലാ പിന്തുണയുമായി സഹോദരൻ സോണിയും സഹോദരി സോണിയായും എന്നും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.